ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു ദീനി മജ്ലിസിൽ ഇങ്ങനെ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. നമുക്ക് കിട്ടുന്ന അറിവുകൾ ഓരോന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മരണം വരെ അത് കൊണ്ട് നടക്കാനും അള്ളാഹു തആല എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല ദിവസേന ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണല്ലേ. സുബ്ഹാനല്ലാഹ്. രാവിലെ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മുതൽ രാത്രി നമ്മൾ വിരിപ്പിലേക്ക് കിടക്കുന്ന അത്രയും സമയങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് വിധേയരാകുന്നവരാണല്ലേ. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ സമയവും നമ്മൾ ഓരോ സെക്കൻഡുകളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ദിവസം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്താം അല്ലേ. ഇപ്പം റജബ് മാസം പുലർന്നു, എല്ലാവരും എന്തെങ്കിലും ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ നമുക്ക് കാണുമ്പോൾ എല്ലാത്തിലും പിന്നെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കടത്തി കൂട്ടിയിട്ട് അതിനെ കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു ആധുനിക യുഗത്തിൽ നമ്മളുള്ളത് അല്ലേ. സത്യത്തിൽ ഉള്ളത് തന്നെ, അതായത് ഉള്ളത് തന്നെ ശരിയായിട്ടും സ്വഹീഹായിട്ടും വന്ന നമുക്ക് ചെയ്താൽ തീർച്ചയായും പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഉണ്ടോ ഇല്ലയോ, ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഒരു ഉറപ്പും ഇല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാനാണ്, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാനാണ് പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? പിശാച് അല്ലേ. പിശാച് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വലിയൊരു ശത്രുവാണെന്ന് നമ്മളോട് അല്ലാഹു തആല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കുള്ള വ്യക്തമായ ഒരു ശത്രുവാണ് അവൻ. അപ്പോൾ അവനിങ്ങനെ നമ്മളെ നന്മ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് പിശാചിന് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അപ്പം നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? നല്ലതല്ലേ എന്ന് തോന്നിപ്പിച്ചിട്ട് കുറേ ദീനിലില്ലാത്ത, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇതിലെന്താ ഇപ്പം കുഴപ്പമില്ലേ, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് കൊണ്ട് നടക്കും. സത്യത്തിൽ നമ്മൾ എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം, അള്ളാഹുവേ സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകണേന്ന്. കാരണം ഇന്നത്തെ ഈ ലോകത്ത്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പലതും നമ്മൾ കാണേണ്ടി വരും അല്ലേ. പലതും നമ്മൾ കേൾക്കേണ്ടി വരും. ഏതാണ് ശരി, ഏതാ തെറ്റ്, ആര് പറയുന്നതാ സത്യം, ആര് പറയുന്നതാ അസത്യം, ഒന്നും ഒരു വേർതിരിച്ചറിയാൻ കഴിയാത്ത, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, വല്ലാത്തൊരവസ്ഥയിലാണല്ലേ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം ദുആ ചെയ്യുക, അള്ളാഹുവേ നമ്മൾ ഈ ലോകത്ത് നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഹൈറായത് ഏതാണ് റബ്ബേ, അതിനെ ഫോളോ ചെയ്യാൻ, അള്ളാഹുവിലേക്കും പരിശുദ്ധ ഖുർആനിനോടും സുന്നത്തിനോടും കൂടുതൽ യോജിക്കുന്നത് ഏതാണോ അതിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ, അതിലൂടെ അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ആ സ്വർഗം നമുക്ക് ലഭിക്കാൻ നമ്മൾ ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കണം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഏറ്റവും സത്യമായ പാതയിലൂടെ സഞ്ചരിച്ച് സത്യത്തിൻ്റെ വഴിയിലൂടെ ജീവിച്ച് അള്ളാഹുവിൻ്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിച്ചേരാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഞാനിന്ന് പ്രത്യേകിച്ചൊരു വിഷയം ഇന്നത് പറയണോ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. നമ്മൾ
ഇപ്പം പറയാറുണ്ടല്ലോ, റജബ് എന്ന് പറയുമ്പോൾ വിത്ത് വിതയ്ക്കാനുള്ള മാസമാണ്, ഷാബാൻ എന്ന് പറയുമ്പോൾ അത് നട്ട് നനയ്ക്കാനുള്ള മാസമാണ്, റമളാൻ ആകുമ്പോഴേക്കും നമുക്കത് കൊയ്തെടുക്കണം എന്ന് പറയും അല്ലേ. അപ്പോൾ എന്ത് വിത്താണ് നമ്മൾ ഇടേണ്ടത്? നമ്മൾ ഓരോരുത്തരും വിത്ത് വാങ്ങണമല്ലേ, നമുക്ക് നല്ല വിത്ത്, നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് വാങ്ങണം. അതിനിപ്പോൾ എവിടെയും പോയിട്ട് വാങ്ങാം? ഇപ്പോൾ എവിടെയും പോകുമെന്ന് വേണ്ട, നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അതിന് നമ്മൾ എന്താക്കിയാൽ മതി എന്നറിയോ? നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാക്കിയാൽ മതി. അപ്പം നമ്മൾ ദിവസേന അൽഹംദുലില്ലാ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. എന്താ പറയുക, കണക്കില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം തന്നെ ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് ആയത്തുകളുടെ മീനിങ്സ്, പിന്നെ ഹദീസുകൾ, ഈ ഇമാമിയങ്ങളുടെ ഉദ്ധരണികൾ, പലതും നമ്മളിങ്ങനെ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അറിവുകൾ നമുക്ക് അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ? ഞാനിത് ചെയ്യുന്നുണ്ടോ? ഞാനിത് ഇത്രത്തോളം ഭംഗിയാക്കി ചെയ്യുന്നുണ്ടോ? ഇപ്പം നമ്മൾ സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്കൊരുപാട് അറിയാം അല്ലേ? അറിയില്ലേ? നമുക്ക് എന്തെല്ലാം അറിയാം സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് തിരക്കായിട്ട് നിങ്ങളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എന്ന് പറഞ്ഞ അവള് ഓറ് അറിയാണ്ട് വീഡിയോ ഓൺ ആയി പോയിട്ടുണ്ട്. അതെയാ, എനിക്ക് കാണുന്നില്ല കേട്ടോ. ഓറ് ഇങ്ങനെ തിന്നുന്നത് ഓറ് കാണുന്നില്ല. ഹോസ്റ്റ് ആക്കിയാൽ മതി, ഞാനത് ഇല്ല ഓഫ് ചെയ്യാം. ഓക്കെ ഓക്കെ. എനിക്കില്ലേ ആ വീഡിയോ ഒന്നും ഓണായിട്ട് കാണുന്നില്ല. ഓക്കെ, അവരെ റിമൂവ് ആക്കിയാൽ മതി എന്നാൽ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അത് തൊണ്ടക്ക് ഒരു ചെറിയൊരു ഇത് എന്തോ ഒരു ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ കുറച്ച് പതുക്കെ പറയുന്നത്. അത് ഇന്നലെ നല്ലോണം തണുത്ത കുടിച്ചു പോയി. വെള്ളം തണുത്ത കുടിക്കുമ്പോഴൊക്കെ തൊണ്ടക്ക് നല്ല എഫക്റ്റ് വരുന്നുണ്ട്. കുറച്ചായിട്ട് ഇപ്പൊ തണുത്തത് കഴിക്കാനേ ഇല്ല. തണുത്തത് ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ കഴിക്കലില്ല, ചൂടുവെള്ളം തന്നെ കുടിക്കലാന്ന്. ചൂടുള്ളതാക്കിയിട്ട് ഇപ്പൊ 2-3 ദിവസമായിട്ട് എന്തോ തണുത്തതിനോട് ഇങ്ങനെ ഭയങ്കര ഒരു ഇത്, തണുത്ത വെള്ളം തന്നെ ഇങ്ങനെ കുടിച്ചു പോകുന്നു. അതുപോലെ തന്നെ തൊണ്ടക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ടീച്ചർ സംസാരം കേൾക്കുമ്പോൾ വിനയത്തോടു കൂടി സംസാരിക്കുന്ന പോലെ ഉണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളെ കയ്യിലുള്ള വിത്തുകളെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല വിത്തുകളാക്കാം. എങ്ങനെയാണ് നമുക്കൊന്ന് പരിശ്രമിക്കാം അല്ലേ? അപ്പം ആത്മവിചാരണ, ആത്മസംസ്കരണം, ഇങ്ങനെ എന്തൊക്കെയോ സബ്ജക്റ്റുകൾ നമ്മൾ ദിവസം കേൾക്കുന്നില്ലേ? ശരിക്കും ഇതെല്ലാം ഞാനിങ്ങനെ നിങ്ങളോട് പറയുന്നു, അതുപോലെ നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നു. പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. കാരണം അറിവ് ഇപ്പോൾ എല്ലാവർക്കും അറിവ് എന്നുള്ളത് നല്ല പോലെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് നല്ല അറിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അറിവ് നമ്മളിൽ അമലാകുന്നുണ്ടോ എന്നാണ് നമ്മൾ എന്താക്കേണ്ടത്, ഒന്ന് പരിശോധിക്കേണ്ടത്. കാരണം നമ്മളെ കയ്യിൽ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ നമ്മളെ കയ്യിലുണ്ട്. നമ്മളെ കയ്യിലുണ്ട്, വിത്തുണ്ട്, നമുക്ക് കിട്ടി. വിത്ത് അറിവിലൂടെ നമുക്ക് ഒരുപാട് വിത്തുകൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ എന്താകണം, ആ വിത്തുകൾ പിന്നെ നല്ല അല്ലേ വളമൊക്കെ ചേർത്തിട്ട് മണ്ണിൽ മണലും വളവും പിന്നെ എന്താണ് വേറെ എന്തൊക്കെയാണ് മിക്സ് ചെയ്യാനുള്ളതൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്ഥലത്ത് അതിനെ പാകണം അല്ലേ. അപ്പോൾ ആ സ്ഥലം ആദ്യം എന്താക്കണം, അതിനൊന്ന് നന്നാക്കി എടുക്കണം അല്ലേ. നമ്മുടെ ഖൽബ് അതൊന്ന് ശുദ്ധിയാക്കണം. നമ്മൾ അതിനെ ആദ്യം വൃത്തിയാക്കണം. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റോ എന്തെങ്കിലും പാപക്കറകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിലെ കളകളെല്ലാം പറിച്ച് മാറ്റി അതിനെ ആദ്യം നമ്മൾ വിത്തിടേണ്ട സ്ഥലം എന്താകണം, അതൊന്ന് വൃത്തിയാക്കി വെക്കണം അല്ലേ. ആദ്യം വിത്തിടേണ്ട സ്ഥലം, അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുറച്ച് വിത്തങ്ങ് വിതറിയാൽ എന്താ സംഭവിക്കുക, അവിടെ പിന്നെ
വിത്തിട്ടതും മുളക്കും, വിത്തിടാത്തതും മുളക്കും, എല്ലാം കൂടി മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. അന്നേരം അതിനൊരു ഭംഗിയും ഉണ്ടാവില്ല. നമുക്ക് വേണ്ട വിളവെടുക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ നട്ട വിത്തുകളൊക്കെ അങ്ങ് പുഴു അരിച്ച് ഇല്ലാണ്ടായിട്ട് വേണ്ടാത്ത കുറേ കളകൾ മുളച്ച് ആവശ്യമില്ലാത്ത പലതും ഉണ്ടാവും അവിടെ. അപ്പം അതുകൊണ്ട് ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ, ഈ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത്രത്തോളം നമ്മളെ കൽബിനെ നമ്മൾ ശുദ്ധിയാക്കുക എന്നുള്ളത്. അവിടെ വേണ്ടാത്തതൊന്നും വേണ്ട. വേണ്ടാത്തത് എന്ന് തോന്നുന്ന ഒരു ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന ഒന്നും നമ്മൾ അവിടെ വെച്ചേക്കരുത്. ഒക്കെ എന്താക്കണം, റിമൂവ് ചെയ്യണം അല്ലേ, ഡിലീറ്റ് ആക്കണം. ഇപ്പം നമ്മളെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലീൻ ആക്കണം അല്ലേ, കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അന്നേരം നമ്മൾ നോക്കും എന്തെല്ലാമാണ് ഇതിൽ നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ അവിടെ വെക്കും അല്ലേ, ആവശ്യമുള്ളതൊക്കെ അവിടെ വെക്കും. എന്നാൽ വേണ്ടാത്ത എന്തൊക്കെയോ ഉണ്ടാവും, അതെല്ലാം എന്താക്കണം, ഒഴിവാക്കണം അല്ലേ. അപ്പം വല്ലാണ്ട് സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാലില്ലേ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഡിലീറ്റ് ആക്കേണ്ടി വരും ചിലപ്പോൾ. അന്നേരം നമുക്ക് നമ്മളെ നല്ലതും ചീത്തയും എല്ലാം പോയി പോവും അല്ലേ. അപ്പം നമ്മൾ അങ്ങനെയല്ല, നമുക്ക് വേണ്ട എന്ന് തോന്നുന്നതിനെ പെട്ടെന്ന് നമ്മൾ എന്താക്കുക, ഒഴിവാക്കുക. നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നതിനെ പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതെപ്പോഴും ക്ലീനായിട്ടുണ്ടാവും. പിന്നെ ഒരു സ്റ്റോറേജ് ഫുൾ എന്നുള്ള ഒരു മെസ്സേജും വരില്ല, അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആവശ്യമുള്ളതിനെ സ്റ്റാർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്ത നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്യണം അല്ലേ. ഇത് നമ്മൾ ഫോണിൻ്റെ കാര്യം പറഞ്ഞതാണേ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കൽബ് ഇടയ്ക്കിടയ്ക്ക് എന്താക്കണം, ക്ലിയർ ചാറ്റ് ചെയ്യണം. ഒരു മിനിറ്റ്. പിന്നെ നമ്മുടെ കൽബ് ക്ലിയർ ചാറ്റ് ചെയ്യുമ്പോൾ ഫുൾ ക്ലിയർ ചാറ്റ് ചെയ്തേക്കരുത് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറച്ചെന്താക്കണം, അവിടെ സ്റ്റാർ ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ നല്ലതെല്ലാം നമ്മൾ എന്താക്കാം, അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. വേണ്ടാത്തതെല്ലാം നമ്മൾ അവിടെ നിന്ന് ഡിലീറ്റ് ആക്കാം. അപ്പം ഈ പ്രോസസ്സാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മളെ കൽബിൽ നമുക്ക് എന്താക്കാം, പിന്നെയും കുറേ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഇപ്പം പിന്നെ നമ്മൾ ഈ ഒരു റജബ് മാസം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്ന, റമളാനിന് വേണ്ടിയിട്ട് അല്ലേ. ഇപ്പം റമളാനിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ആ കാര്യങ്ങളെ നമുക്ക് എടുക്കാം അല്ലേ. ശരിക്കും റമളാനിലേക്ക് നമ്മൾ എന്തിനാണ് ഒരുങ്ങുന്നത്, റമളാനിൽ ഒരുപാട് അമൽ സാലിഹാത്തുകൾ നമുക്ക് ചെയ്തിട്ട് പുണ്യങ്ങൾ വാരിക്കൂട്ടണം അല്ലേ. പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം. അപ്പോൾ ആ പുണ്യങ്ങളുടെ പൂക്കാലം, അവിടെ നന്മകൾക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ചില്ലറയൊന്നും അല്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. സാധാരണ തന്നെ ഒരുപാട് അല്ലാഹു തആല പ്രതിഫലം നമുക്ക് തരുന്നുണ്ട് ഓരോന്നിനും, ഓരോ നന്മക്കും. എന്നാൽ റമളാനിൽ കിട്ടുന്നത് നമുക്ക് കയ്യും കണക്കും ഇല്ല എന്ന് പറഞ്ഞ പോലെ അത്രമാത്രം അല്ലാഹു തആല വാരിക്കോരി പ്രതിഫലം തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയണമെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് പിന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റൂല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നത്. എല്ലാ റമളാനിന് വേണ്ടിയിട്ടും എല്ലാവരും ഒരുങ്ങുന്നതാണ്. റമളാൻ കഴിഞ്ഞാലും അത് നിലനിർത്തി പോരണം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്, കേൾക്കുന്നതാണ്. അതൊക്കെ ചെയ്ത് ശീലമായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഒന്നെല്ലാം പൊടി തട്ടി എടുക്കണമെന്നേ ഉണ്ടാവും. ഓക്കെ. അപ്പം പിന്നെ അങ്ങനെയുള്ളവരുണ്ടാവും ഇത് കേൾക്കുന്ന കൂട്ടത്തിൽ. മാഷാ അല്ലാഹ്, അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. മരണം വരെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നല്ലപോലെ നല്ല കൃത്യതയോടെ അനുഷ്ഠിച്ചു പോരാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ എത്ര ക്ലാസ്സിൽ കേട്ടില്ലേ. സ്വർഗത്തിൽ വീട് കിട്ടുന്നത്, സ്വർഗത്തിൽ എല്ലാ കവാടത്തിലൂടെയും പ്രവേശിക്കാൻ കഴിയുന്നത്, സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ, സ്വർഗത്തിൽ തണൽ കിട്ടുന്ന കാര്യങ്ങൾ, സ്വർഗത്തിലെ അരുവികൾ, അങ്ങനെ സ്വർഗത്തിലെ പല പല സുഖാനുഗ്രഹങ്ങൾ ലഭിക്കുന്ന പല കാര്യങ്ങളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മളത്
എത്രത്തോളം നല്ല ഭംഗിയിൽ നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് എന്താക്കുക, സ്വയം വിലയിരുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു നോട്ട്ബുക്കും പെന്നും കരുതാൻ പറ്റുമെങ്കിൽ കരുതിക്കോ. നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കുറേ മുമ്പേ നമ്മൾ ചോദിച്ചുകൊണ്ടുണ്ടായ കാര്യങ്ങൾ തന്നെയാണ്. പുതുതായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, പഴയത് തന്നെയാണ്. നമ്മൾ അതിനെ ഒന്ന് പുതുക്കി കൊണ്ടുവരുന്നു മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പേ നിങ്ങളടുത്ത് സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. ബാങ്കിന്റെ കാര്യത്തിൽ നമ്മൾ അതിന്റെ വിഷയത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. അപ്പോൾ ചില ആൾക്കാർ പറയും നമ്മൾ ബാങ്ക് കേൾക്കുന്നില്ല, നമുക്ക് ബാങ്ക് കേൾക്കാത്ത സ്ഥലത്താണല്ലേ. അതൊന്നും പിന്നെ വിഷയമല്ല. ബാങ്ക് കേൾക്കാത്ത ആൾക്കാർക്ക് അതിൽ പേരിൽ ഒന്നും പറയാൻ കഴിയില്ല നമുക്ക് അല്ലേ. അപ്പോൾ ഫോണിലെ ബാങ്കെല്ലാം കേട്ടിട്ട് അതിന് ജവാബെല്ലാം കൊടുക്കേണ്ടി വരും. കാരണം തീരെ ബാങ്ക് കേൾക്കാത്തൊരു ഏരിയ ആണെങ്കിൽ ഓക്കെ. അപ്പം നമ്മൾ ശരിക്കും സ്വർഗം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന വലിയൊരു അമലാണ് ബാങ്ക് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതും ആ ബാങ്കിന്റെ കലിമത്തുകൾ നമ്മൾ അതേപോലെ പറയാന്നുള്ളതും. അതിൽ ഹയ്യാല സ്വല ഹയ്യാല ഫല എന്ന് പറയുമ്പോൾ അത് നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് മറുപടി പറയും. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വർഗാവകാശിയായി എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞ. സുബ്ഹാനല്ലാഹ്, എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിൽ ഈ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് നമ്മൾ കേട്ടിട്ട് ഈ ഇത്രയും എനിക്ക് സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അമലാണ് ഇത്, എൻ്റെ ഒരു സ്വർഗമാണ് ഇതിലൂടെ ഞാൻ അശ്രദ്ധമാക്കി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാകുന്നത് എന്നൊരു ഗൗരവത്തോടു കൂടി ബാങ്കിനെ നമ്മൾ സമീപിക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണേ. പലപ്പോഴും നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പം കേൾക്കുന്നുണ്ടാകും, അതുപോലെ പറയുന്നുണ്ടാകും, ലാ ഹൗല വലാ ഖുവത എല്ലാം പറയുന്നുണ്ടാകും. പക്ഷേ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളെ മൈൻഡ് എവിടെയോ ആയിരിക്കും. അതായത് ഇത് പണ്ട് മുതൽക്കേ നമ്മൾ ശീലിച്ചതായതുകൊണ്ട് ആ ഒരു ശീലം പോലെ അങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. സത്യത്തിൽ ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ നല്ല വിത്തുകൾ പാകാനുള്ള ഒരു പരിശ്രമത്തിലാണല്ലോ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് അറിഞ്ഞോണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖൽബ് അറിഞ്ഞിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് അത് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ മനസ്സാന്നിധ്യത്തോടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. സിമ്പിളാണ് അല്ലേ? ഒരു മനസ്സാന്നിധ്യം നമ്മൾ അതിൽ കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ചോ, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ അതാണോ നമുക്ക് വലുത്, അല്ല ഈ ബാങ്ക് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണോ വലുത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ ആരോടത്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ പതുക്കെ പറയും ചിലപ്പോൾ ഇല്ലേ. അതിനെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല അല്ലേ. സത്യത്തിൽ ആ ഒരു ഇബാദത്ത് അത്ര വലിയൊരു മഹത്വം കിട്ടുന്ന കാര്യമാണത്. എന്നിട്ട് അതിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായി കഴിഞ്ഞാൽ നമുക്കെന്താ, ഈ ഒരു പ്രതിഫലം നമുക്ക് നഷ്ടമാകില്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എടുത്ത് നോക്ക്. ഇപ്പം എല്ലാ ദിവസവും സുബ്ഹാനല്ലാഹ് 100 തവണ ചൊല്ലിയോ, നമ്മളെ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് അല്ലേ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും എന്നോട് തന്നെ, അതായത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ, എന്നോട് തന്നെ ഞാൻ ചോദിക്കണം, ആ ഒരു സുബ്ഹാനല്ലാഹ് എന്നുള്ള ആ ഒരു ദിക്ർ 100 തവണ നമുക്ക് ഒരു ദിവസം ചൊല്ലാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവരും അത് ഒന്ന് ചിന്തിക്കുക. എല്ലാ ദിവസവും അതിനെ പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടോ? അതല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് 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 പിന്നെയും മറന്ന് പിന്നെ അങ്ങനെ നമ്മളെങ്ങനെ എണ്ണമില്ലാതെ ചൊല്ലുന്നുണ്ടാകാം, ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു 100 എണ്ണം അല്ലെ, ഒരു സുബ്ഹാനല്ലാഹ് 100 തവണ ചൊല്ലിയാൽ അതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു ഹദീസ് നമ്മളെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക്
ആദ്യം അതിൻ്റെ പ്രതിഫലമാണ് പറഞ്ഞു കൊടുത്തത് അല്ലെ. നിങ്ങൾക്ക് 1000 നന്മകൾ നേടാൻ ഇന്ന് നിങ്ങൾക്ക് ആർക്കാണ് സാധിക്കുക ചോദിക്കുന്നില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ. അപ്പോൾ സഹാബാക്കള് പിന്നെ ചോദിക്കുന്നില്ല, ആർക്കാണ് നബി അതിന് സാധിക്കുക, അത്ര കുറേയൊക്കെ ഇപ്പോൾ ഒരു ദിവസം 1000 സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ലേ, നിങ്ങൾ ഒരാൾ 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന് 1000 നന്മകൾ രേഖപ്പെടുത്തും, 1000 തിന്മകൾ മായ്ക്കപ്പെടും, 1000 ദറജകൾ ഉയർത്തപ്പെടും. സുബ്ഹാനല്ലാഹ്. എത്ര മിനിറ്റ് വേണം 100 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ? വളരെ കുറഞ്ഞ 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക്. ഒരു ദിവസത്തിലെ 24 മണിക്കൂറിലെ 5 മിനിറ്റ് പോലും നമുക്ക് വേണ്ട എന്തിന്? ഈ ഒരു 100 തവണ ഉള്ള സുബ്ഹാനല്ലാഹ് നമുക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട്. ഇനി മനസ്സറിഞ്ഞ് കൽബറിഞ്ഞ് നല്ല മനസാന്നിധ്യത്തോടെ ചൊല്ലിയാൽ തന്നെ 5 മിനിറ്റ് ധാരാളമാണ്. 5 മിനിറ്റ് കൂട്ടിക്കോ. ഈ 5 മിനിറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ആ 5 മിനിറ്റിൽ ഈ സുബ്ഹാനല്ലാഹ് ചൊല്ലിയ 24 മണിക്കൂറിലെ 1 മണിക്കൂറിനുള്ളിലുള്ള ഒരു 5 മിനിറ്റ് സമയത്തിൽ ആ സുബ്ഹാനല്ലാഹ് നമ്മൾ വളരെ കൃത്യതയോടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ബോക്സ് നല്ല വെയിറ്റ് ഉള്ളതായിരിക്കും അല്ലേ. ആ ഒരു ബോക്സ് നല്ല വെയിറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വെറുതെ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഈ 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങുന്ന ഒരു 4-5 മണിക്കൂർ, ഇനി 6-7-8 മണിക്കൂർ ഉറങ്ങുന്ന ആളുണ്ടെങ്കിൽ അതവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എത്ര മണിക്കൂർ വരും? 10 16 17 18 മണിക്കൂർ. 18 മണിക്കൂറിലെ ഓരോ 5 മിനിറ്റും നമുക്ക് ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൂടെ? അങ്ങനെ ഒരു തീരുമാനം വെറുതെ, ഞാൻ അത് ഒരു ഭാരമായിട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടല്ല, വെറുതെ നമുക്കിങ്ങനെ ചിന്തിച്ചൂടെ? അങ്ങനെ നമ്മളെ അമലിൻ്റെ അല്ലേ ബോക്സിൻ്റെ കാര്യം നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിറക്കാൻ, അത് ഫില്ലാകാൻ നല്ലൊരു കാര്യം ഒരു 5 മിനിറ്റ് നമ്മൾ എന്താക്കുക, പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തോ. പക്ഷെ ഒരു 5 മിനിറ്റ് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടില്ലേ, അള്ളാനെ മനസ്സിൽ ഓർമ്മിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അല്ലേ. ഒരു സഹോദരി എൻ്റെ അടുത്ത് പിന്നെ അവരെ കുട്ടിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നിസ്കാരത്തിൽ സുജൂദിലും റുക്കൂയിലൊക്കെ സുബ്ഹാന റബ്ബിൽ അല സുബ്ഹാന റബ്ബിൽ അലീം ചൊല്ലുന്ന പറഞ്ഞു കൊടുത്തപ്പോൾ ഈ സുബ്ഹാനല്ലാഹിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ കുട്ടി ചോദിക്കുന്നുള്ളൂ, ചെറിയ കുട്ടി. അപ്പോൾ അതിന് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുക? അള്ളാഹ് പരിശുദ്ധനാണ്, അള്ളാഹ് പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ എന്താ ഈ കുട്ടിക്ക് മനസ്സിലാവൂല അല്ലേ, ചെറിയ കുട്ടി. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ച് എങ്ങനെ ഇങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ? സുബ്ഹാനല്ലാഹ് അല്ലേ. ചിന്തിച്ചു നോക്കിയാൽ ശരിക്കും ചെറിയ കുട്ടികൾ പിന്നെ ചിന്തിക്കുന്ന എന്താണ് ഇതിൻ്റെ അർത്ഥം അല്ലേ, എന്താ അത് പറയുന്നതിലൂടെ എന്താ നമ്മൾ ചെയ്യുന്നത് ശരിക്കും? അള്ളാഹ് അല്ലെ സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പരിശുദ്ധനാണ് പറയുമ്പോൾ അള്ളാഹ് എന്താ അള്ളാഹുവിന് പിന്നെ പങ്കു ചേർക്കുന്ന എല്ലാറ്റിൽ നിന്നും, എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ പോരായ്മകളിൽ നിന്നും എല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹ്ക്ക് ഒരു കുറവും പറയാനില്ല അല്ലെ. അള്ളാഹ് അത്രയും സൂപ്പറാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തത്. അത് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ സൂപ്പർ അല്ലെ അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാകാം. ഞാൻ പറഞ്ഞ അള്ളാഹ് ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എല്ലാം അള്ളാഹ്ക്ക് കഴിയും ഇല്ല. അള്ളാഹ്ക്ക് നമ്മളിപ്പോൾ മനുഷ്യന്മാരെന്തെങ്കിലും ചെയ്താൽ അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടാവും, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടാവും. പക്ഷെ അള്ളാഹിൻ്റെ ഭാഗത്ത് അങ്ങനത്തെ യാതൊന്നുമില്ല അല്ലെ. എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ പിന്നെ പോരായ്മകളിൽ നിന്നും, എല്ലാത്തിൽ നിന്നും പരിശുദ്ധൻ അള്ളാഹിനെ കുറിച്ചിട്ട് പിന്നെ അള്ളാഹിൽ പങ്കു ചേർക്കുന്നത് എല്ലാത്തിലും അള്ളാഹു എന്താണ്? പരിശുദ്ധനല്ലേ. സുബ്ഹാനല്ലാഹ്, എത്ര പരിശുദ്ധനാണല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം നമ്മളങ്ങനെ മനസ്സ് തട്ടി അല്ലെ, നമുക്ക് നമ്മളെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്ന റബ്ബ് എത്ര പരിശുദ്ധനാണല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളെ സമയങ്ങളിലെ കുറച്ച് സമയത്തെ നമുക്കതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതാണല്ലേ. ഇനി ഓരോ മണിക്കൂറും പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പറഞ്ഞിട്ട് അതൊരു ബിദ്അത്ത് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നല്ല കേട്ടോ.
നമ്മുടെ അമലുകൾ നമുക്ക് എത്രത്തോളം നന്നാക്കാം, നമ്മളെ വിത്തുകളെ നമുക്ക് എത്ര അല്ലെ നല്ല വിത്തുകളാക്കി കൊണ്ടുപോകാന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് എനിക്ക് വന്നൊരു കാര്യം മാത്രമാണിത്. 1000 നന്മകളാണ് അതിലൂടെ അല്ലെ. വളരെ സിമ്പിൾ അല്ലേ, 1000 നന്മകൾ നേടാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരം. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഒരു മിനിറ്റ്. അധികം ചെല്ലാൻ പറ്റുമോ? ഓ 100 എത്രയും ചെല്ല, 100-ലധികം ചെല്ല, പിന്നെ 1000 എത്ര വേണമെങ്കിലും ചെല്ല. ടീച്ചർ പറഞ്ഞിട്ടുള്ള അല്ല, അത് ഞാനിപ്പോ ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് പറയുമ്പോ കൊറേ ആയില്ലേ, 100-ൽ 1000-ലധികം ആവൂലേ? അത് ഈ ദിക്കറിന്റെ കാര്യം പറയുമ്പോ ശരിക്കലോവിന്റെ കൂലി വരുമ്പോ പറയുന്നില്ലേ, അതും 100 അതിലധികമോ ചൊല്ലിയവനേക്കാളും കൂലിയുള്ള ഒരാളെ അത് നാളിലേക്ക് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലധികമോ എത്രയും ചെല്ലാൻ പറ്റുന്നതാണ് ദിക്കർ. എണ്ണം പറഞ്ഞ പോലെ ചെല്ല. ദിക്കറുകൾ എത്രയും നമുക്ക് ചെയ്യാം. അതിന് സമയം കാലം പിന്നെ ഒന്നും പരിധിയില്ല. എണ്ണം വെച്ചിട്ട് ചെല്ലാന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ. എണ്ണം വെച്ച് ചെല്ലാന്ന് പറഞ്ഞില്ലേ, അത് 100 പ്രാവശ്യം. അത് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒരാൾ ഒരു ദിവസം വൈകുന്നേരമുള്ള ദിക്കറിനെ കുറിച്ച് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. രാവിലത്തെ വൈകുന്നേരത്തെ അസ്തമനത്തിന് മുമ്പ് പ്രഭാതത്തിന് മുമ്പ് 100 പറയുന്നുണ്ടല്ലോ. എണ്ണം പറയുന്നത് ഒന്ന് ഉറങ്ങുമ്പോ, 2 നിസ്കാരത്തിന് ശേഷം, പിന്നെ രാവിലത്തെ വൈകുന്നേരത്തെ 100കള്. അതൊക്കെ 10, 100, 1, 3, 7. അതെ, കനം തൂങ്ങുമല്ല. അതെ, ചെല്ലിയടത്തോളം കനം തൂങ്ങും. എണ്ണം പറയാണ്ട് ചെല്ല, ഇഷ്ടംപോലെ ചെല്ലാം. പിന്നെ ലാസ്റ്റിനെ കുറച്ച് മുമ്പ് പറയാം, കുറച്ച് കട്ടായി പോയി പോവാൻ വന്നിട്ട്. ഈ ഷെയ്ത്താനീസ് ഉണ്ടല്ലോ, നമ്മളെ ശത്രുവാന്നല്ലോ അത്. അതെ, കൂടിക്കോട്ട് കുറയണ്ട. അതന്നെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഞാനിന്ന് ചിന്തിച്ചിട്ടാണല്ലോ ടീച്ചർ പറഞ്ഞത്. കാരണം ഓരോ മണിക്കൂർ വെച്ച് നമുക്ക് കുറച്ച് തസ്ബീഹോ ഇസ്തിഗ്ഫാറോ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ബോക്സ് നടക്കാന്നുള്ള കാര്യം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതന്നെ പറയുമ്പോ ആയിഷ പറയുന്ന കേട്ട് ഞങ്ങള് വെറും സുബ്ഹാനല്ലാഹ് ചൊല്ലിട്ടോ ദിക്ർ ചൊല്ലിട്ടോ സ്വലാത്ത് ചൊല്ലിട്ടോ ബോക്സ് നടക്കാൻ നിക്കണ്ട. അതൊരാള് പറഞ്ഞിട്ട് നമ്മള് ദേഷ്യം പിടിച്ച്, അപ്പൊ ദേഷ്യം പിടിക്കാതിരുന്നാലും ക്ഷമിച്ചാലും തർക്കുത്തരം പറയാതിരുന്നാലും ഒക്കെ ബോക്സ് നിറയും. അതിലും വലിയ മക്കളേക്കും. അതെ അതെ, മാഷാ അല്ലാഹ്. എല്ലാം വേണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞ നമ്മളടുത്ത് വിത്തെല്ലാം നമ്മളടുത്ത് ഉണ്ട് എല്ലാം. പക്ഷെ അതിനെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതാക്കി കൊണ്ടുവന്നാൽ മതി. അത് മനസാന്നിധ്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു നിയത്ത് വെക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് ചെയ്യാനുള്ള ഒരിത്. ഇപ്പം പിന്നെ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് അധികരിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ സാധാരണ എത്ര ചൊല്ലാറുണ്ട്, വെള്ളിയാഴ്ച എത്ര ചൊല്ലുന്നുണ്ട്, ഒന്ന് വെറുതെ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിൽ അധികരിപ്പിക്കുന്നുണ്ടോ? ഒരെണ്ണെല്ലാം വെക്കുമ്പോൾ എന്താ അറിയോ, നമുക്ക് കൂട്ടാനും കുറക്കാനും പിന്നെയും കൂട്ടാലോ, അതിലേക്ക് അധികരിപ്പിക്കാലോ. ആ ഒരു രീതിയിലേക്ക് ഒരു എല്ലാത്തിനും ഒരു കണക്കുണ്ടായാൽ നല്ലതല്ലേ, നമുക്ക് സ്വയം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം സ്വലാത്തിന്റെ വിഷയത്തിൽ അതുപോലെ വെള്ളിയാഴ്ച ദിവസം ദുആ നമ്മൾ അധികരിപ്പിക്കുന്നുണ്ടോ അല്ലെ, പ്രാർത്ഥനക്ക് സ്വീകാര്യതയുള്ള സമയങ്ങളെ നമ്മൾ അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവന്റെ ആകാശത്തിനിടയിൽ അവന്റെ അടുത്ത ചുമ വരെ പ്രകാശം നിറക്കും എന്ന് പറയുന്നുണ്ട്. എന്തേനു 7 ആകാശം വരെ ആ ഒരു പ്രകാശം ഉണ്ടാവും. അങ്ങനെ പല വ്യത്യസ്ത ഹദീസുകൾ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളത് എല്ലാവരും അത് കൃത്യതയോടെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ നമ്മൾ അറിഞ്ഞ അമലുകൾ, നമുക്ക് കിട്ടിയ അറിവാകുന്ന വിത്തുകളെ നമ്മൾ ബാഗിൽ, ഒരു മിനിറ്റ്,
നമ്മൾ ഇത്രയേ ചിന്തിക്കണ്ടു. നമ്മൾ അറിഞ്ഞ അറിവുകൾ നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട്. സ്വർഗത്തിന് കാരണമാകുന്ന, സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ? എന്നിട്ട് അതൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തോടെ തന്നെ ചെയ്യുന്നുണ്ടോ? ഇപ്പം ബാങ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ നല്ല നിയത്തോടു കൂടി വുളു ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് തന്നെ അവിടെയും പറയുന്നത്. 2 റക്അത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അത് നല്ല റാഹത്തായിട്ട് വുളു ചെയ്തിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് സുന്നത്ത് നിസ്കാരം തന്നെ പറയുന്നത്. അപ്പോഴും അവിടെ നമുക്ക് വാഗ്ദാനം ചെയ്തത് സ്വർഗാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വുളു ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ, അത് നമ്മൾ അലക്ഷ്യമാക്കാതെ എൻ്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, എനിക്ക് എൻ്റെ സ്വർഗത്തിൽ എൻ്റെ സ്ഥാനം അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല അല്ലേ? ആ പരലോകത്ത് പ്രകാശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ വുളുവിൻ്റെ അവയവങ്ങൾ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആലോചിച്ച് നല്ല റാഹത്തിൽ വുളു ചെയ്ത് ഒരു 2 റക്അത്ത് നിസ്കാരം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹ് സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ അങ്ങനെ പിന്നെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ കാര്യം. ഇനി നമുക്കറിയാം എല്ലാ ഫർള് നമസ്കാരങ്ങളോടും അനുബന്ധിച്ചുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അല്ലേ? അവിടെയും 12 റക്അത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ സ്വർഗത്തിലൊരു വീട് അവന് നൽകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ വീടിൻ്റെ കാര്യമാണ് അവിടെ, നമുക്ക് പോയി താമസിക്കേണ്ട വീടിൻ്റെ കാര്യമാണ് അവിടെ പണി നടക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്വന്തത്തോട് നമ്മൾ ചോദിക്കാം, അത് എത്രത്തോളം കൃത്യതയോടെ നിർവഹിക്കുന്നുണ്ട്. സ്വർഗത്തിലെ സ്ഥാനം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ട ഒരു ഹദീസാണല്ലേ, ഇഖ്റ വർത്തഖി. സ്വർഗത്തിലെത്തിയാൽ നമ്മളോട് പറയും പോലും, എന്താ റബ്ബ് പറയുന്നത്? ഇഖ്റ, നീ ഓദിക്കോ, വർത്തഖി, നീ കേറിക്കോ, ഓദിക്കോ കേറിക്കോ. അത് ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതയാന്ന് പോലും അറിയിക്കുന്നത്. അതായത് നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ എത്രമാത്രം ഖുർആനിനെ പാരായണം ചെയ്തിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, അതിനനുസരിച്ചാണ് നമുക്ക് നാളെ നമ്മളെ സ്വർഗത്തിലെ സ്ഥാനം, മൻസിൽ, നമ്മളെ ദറജ. അപ്പം നമ്മളോട് ഓദിക്കോ എന്നിട്ട് കേറിക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഓതാൻ കഴിയുമെന്ന് പറയും. ഈ ദുനിയാവിൽ നിന്ന് നമ്മളത് മനസാന്നിധ്യത്തോടെ, അപ്പം നമ്മൾ ഒരു ഖുർആൻ ഓതുമ്പോൾ 2 പേജിലോ 3 പേജിലോ ഒതുക്കാണ്ട് കുറച്ചധികം, കാരണം നമുക്ക് റമളാനിൽ ഒരുപാട് ഖത്മ് തീർക്കണ്ടേ. അപ്പം നമ്മൾ റമളാനിന് മുന്നേ അതിനൊരുക്കങ്ങൾ നടത്തണം എന്ന് പറയുന്നില്ലേ? ശരിക്കും ഖുർആനിന് ഏറ്റവും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഖുർആനിനെ തന്നെയാണ് നമ്മൾ ആ ഒരു റമളാനിലേക്ക് ഉപയോഗപ്പെടുത്തേണ്ടതും. ഇന്ന് ഞാൻ സുലൈമാൻ റഹൈലി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ലേ ഗ്രൂപ്പിൽ, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത് എന്തായാലും അല്ലേ, ഒരു മിനിറ്റും 14 സെക്കൻഡും മാത്രമേ ഉള്ളതാണ്. അതിൽ ഖുർആനിനെ എങ്ങനെ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാമെന്നുള്ള ആ ഒരു ടൈറ്റിലോട് കൂടിയിട്ടാണ് ആ ഒരു ഇത്. ശരിക്കും അദ്ദേഹം പറയുന്ന കാര്യം എന്താ, നിങ്ങൾക്ക് ഒരു ആയത്തെ പഠിക്കാൻ കഴിയൂ, ഒരായത്ത് പഠിക്കുക, എന്നിട്ട് അതെന്നെ റിപ്പീറ്റ് ഓതാൻ, എന്നിട്ട് അത് നല്ലപോലെ തറാക്കാൻ, എന്നിട്ട് അടുത്തായത്ത് പഠിക്കാൻ, എന്നിട്ട് അങ്ങനെ നമുക്ക് എത്ര കഴിയും അത്ര പഠിച്ചാൽ മതി. കുറേ പഠിക്കൊന്നും വേണ്ട, കുറച്ചാണെങ്കിൽ കുറച്ച് കഴിയുന്ന പോലെ. നമുക്ക് ഓരോരുത്തർക്കും, ചില ആൾക്കാർക്ക് 5 ആയത്ത് പഠിക്കാൻ കഴിയുന്ന 5 ആയത്ത് പഠിച്ചോ, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കൂല അല്ലേ? പക്ഷെ പഠിക്കണം, അതാ പറഞ്ഞത്. എന്തായാലും പഠിക്കണം, നമുക്ക് കഴിയും. എനിക്ക് ഒന്നും കഴിയൂല എന്ന് വിചാരിച്ചിരുന്നാലോ പിന്നെ ഒന്നും കഴിയൂല, അത് നടക്കൂല, പിന്നെ ഒരു കാലത്ത് നടക്കൂല പഠനം. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് കഴിയും, തീർച്ചയായിട്ടും നമുക്ക് കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം ആ വിഷയത്തിൽ അള്ളാഹു തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും, ഉറപ്പാണ്. ഇപ്പം എല്ലാ കാര്യത്തിനും നമ്മളൊരു പരിശ്രമം നമ്മൾ കൊടുക്കണം. എന്ത് വിഷയത്തിലും അള്ളാഹിൻ്റെ കാര്യത്തിലേക്ക് നമ്മളൊരു പരിശ്രമം നമ്മൾ കൊടുത്താൽ അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും നമ്മൾ ആ വിഷയത്തിൽ അള്ളാഹിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവും, ഉറപ്പാണ്. അതാണിപ്പോൾ പലരും തെളിയിച്ചു കൊണ്ടിരിക്കുന്നതും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹ് നിലനിർത്തി തരട്ടെ. ഈ ഗ്രൂപ്പിൽ
എത്ര ആൾക്കാരാണ് മാഷാ അല്ലാഹ് ഇപ്പൊ ഹിഫ്ള് ചെയ്യുന്നതിലെ. എന്തൊരു സന്തോഷം. പ്രായമുള്ള ആൾക്കാരും പ്രായം കുറഞ്ഞ ആൾക്കാരും രോഗികളും എല്ലാവരും എന്ന് പറഞ്ഞ പോലെ പഠിക്കന്നെയാണ്. എന്താ ആവശ്യം, എന്താ ഇഷ്ടം ഓരോരുത്തർക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ള അനുഭൂതി ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷാന്നറിയോ. സുബ്ഹാനല്ലാഹ്. ഈ പ്രായമുള്ള ആൾക്കാർ അനക്കും പഠിക്കണം മോളെ, ഇവരെല്ലാം ഇങ്ങനെ ഓതിയിടുന്ന പോലെ അനക്കും ഓതിയിടണം എന്ന് ആഗ്രഹമുണ്ട് മോളെ, എന്താ എനിക്ക്. അപ്പൊ അതിനിങ്ങനെ ഓരോരോട് പറയുമ്പോൾ അതിനൊക്കെ ഓരോരുത്തർ റെഡിയായി അതിങ്ങനെ കേൾക്കാനും പറഞ്ഞു കൊടുക്കാനും എന്തായാലേ സന്തോഷം. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഈ ഒരു കൂട്ടായ്മ അല്ലെ, അല്ലാഹ് നമ്മളെ സ്വർഗത്തിലേക്ക് അല്ലാഹ് എത്തിക്കട്ടെ. ആമീൻ. എല്ലാരും നമ്മളൊക്കെ പ്രായം കുറെ കടന്നു പോയി മോളെ. 60-70 വയസ്സ് എന്തിനു, അതൊന്നും ഒരു കാര്യമില്ല. 60-70 എത്ര ആയാലും ഈ ഖുർആൻ പഠിക്കുന്നതിന് അതിനൊന്നും ഒരു തടസ്സം ഇല്ലാന്നാ പറയുന്നത്. കഴിയും, എല്ലാവർക്കും കഴിയും. അള്ളാന്റെ സഹായം ആ വിഷയത്തിൽ ഉണ്ടാകും. അപ്പം പിന്നെ പറ്റുന്ന പോലെ ചെറിയ സൂറത്താണെങ്കിൽ ചെറിയ സൂറത്ത്, ഒരായത്താണെങ്കിൽ ഒരായത്ത് ഹിഫ്ള് ചെയ്യാം അല്ലേ. വൽ ഫജ്ർ ഒരായത്തായില്ലേ, വലയാലിൻ അശ്ർ രണ്ടായത്തായില്ലേ അല്ലേ, വശഫ്ഇ വൽ വത്ർ മൂന്നായത്തായില്ലേ. അത് അങ്ങനെ അങ്ങനെ ഓരോ ആയത്ത് ഇങ്ങനെ പഠിച്ചൂടെ. നമ്മളൊരു പരിശ്രമം എല്ലാവരും, പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു പരിശ്രമം എല്ലാവരും തുടങ്ങ് നമ്മളെ ഭാഗത്തുനിന്ന്. പരിശുദ്ധ റമദാനിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് എത്ര ആയത്തുകൾ ഹിഫ്ള് ചെയ്യാൻ കഴിയും അത്ര ഓരോരുത്തർക്ക് പറ്റുന്ന പോലെ ഒരായത്ത് പഠിച്ച അത് കണ്ടിന്യൂസ് എന്താക്കുക, അതെന്നെ ഓതിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വേഗം നമുക്കത് നല്ലപോലെ പഠിയും. ഒരു സമയത്ത് ഇരുന്ന് കുറേ പ്രാവശ്യം ആവർത്തിച്ച് ഓതി പഠിച്ച് പിന്നെ അത് ഓതാണ്ട് അടുത്ത ആഴ്ച ഓതി കൊടുക്കേണ്ട സമയത്ത് മാത്രം എടുത്ത് നോക്കി, അങ്ങനെ ആകുമ്പോൾ ഇല്ലേ ഹിഫ്ള് നിലനിൽക്കൂല. ഹിഫ്ള് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം, ഖുർആന് നിസ്കാരത്തിലും അല്ലാതെയും ഒക്കെ. അപ്പം നമ്മളെ സ്വർഗത്തിലെ നമ്മളെ ദർജ ഉയർത്താൻ നമ്മളെ സഹായിക്കുന്ന വലിയൊരു സൽക്കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ഒരു ബോധത്തോടെ തന്നെ ഖുർആൻ പാരായണം ചെയ്ത് ഒരു ചടങ്ങ് പോലെ ആയിപ്പോകാൻ പാടില്ല. ഒരു ചടങ്ങ് പോലെ ആയിപ്പോകാതെ നമ്മൾ ഓരോരുത്തരും പിന്നെ ഇങ്ങനെ നമ്മളെ ഇബാദത്തുകൾ എല്ലാം തന്നെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റേ. അപ്പോൾ നമുക്ക് സ്വർഗം കിട്ടുന്ന, നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നമ്മളെന്നാൽ വളരെ നിസ്സാരമാണെന്ന് കരുതുന്ന അമലുകളെ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പം ഞാൻ ബാങ്ക് പറഞ്ഞ്, വുളൂ പറഞ്ഞ്, സുന്നത്ത് നിസ്കാരം പറഞ്ഞ്, ഖുർആൻ പാരായണം പറഞ്ഞ്, പിന്നെ സുബ്ഹാനല്ലാഹ്ന്റെ കാര്യം പറഞ്ഞ്, പിന്നെ വേറെന്താ പറയുക, സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് അല്ലേ. ഇപ്പോൾ ദിക്റുകൾ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് മാത്രം ജസ്റ്റ് പറഞ്ഞത് എന്താ അറിയോ, അത് അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഓരോന്നും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങുന്ന ദിക്ർ, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പം ഓരോ മണിക്കൂറുകളിലെ ഇടവേളകളിൽ രാവിലെയും വൈകുന്നേരവും അത് കൃത്യതയോടെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആദ്യം എന്താക്കുക, ഒന്ന് പരിശോധിക്കുക. കാരണം എന്താ അറിയോ, ഈ ദിക്റുകൾ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംരക്ഷണ കവചമാണ് ശരിക്കും. രാവിലെയും വൈകുന്നേരവും നമ്മൾ അത് ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ അത് നമുക്ക് ഏർപ്പെടുത്തി തരുകയും ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കൃത്യതയോടെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ അതിനെ തുടർന്ന് നമ്മളെ നമസ്കാരങ്ങളൊക്കെ നമുക്ക് വളരെ നല്ല കൃത്യതയോടെ നിർവഹിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ തുടങ്ങാൻ, രാവിലത്തെ ആ പ്രഭാതത്തിലെ ആ ദിക്റുകളെ നമുക്ക് എത്രത്തോളം കൃത്യതയോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെയെല്ലാം നല്ല ദുആകളാണല്ലേ ഓരോന്നും വരുന്നത്, ദുആകളും ദിക്റുകളും എല്ലാം തന്നെ പിശാചിൽ നിന്നുള്ള ഒരു സംരക്ഷണം അല്ലാഹു തആല നമ്മളെ മേൽ തരികയാണ് ചെയ്യുന്നത്.
അപ്പം ഞാനത് എത്രത്തോളം നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. ഇപ്പോഴേ നമ്മളതിനെ നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊയ്ത്തിൻ്റെ സമയത്ത് നമുക്ക് നല്ല വിളവ് കിട്ടും. അപ്പം നമ്മൾ വിത്ത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടാണോ ഉള്ളത്, നമ്മളെ അലമാരയിലാണോ ഉള്ളത്, നമ്മളെ തട്ടിയും പുറത്താണോ ഉള്ളത്, നമ്മളെ ബാഗിലാണോ ഉള്ളത്, എവിടെയാണ് ഉള്ളത് നമ്മളെ വിത്ത്, അതെല്ലാം എടുക്കാൻ വിത്തുണ്ട്, എല്ലായിടത്തും വിത്തുണ്ട്. പിന്നെ വിത്തിടാൻ ഇടേണ്ട സ്ഥലം അത് നന്നാക്കി എടുക്കുക, വൃത്തിയാക്കുക, അതിലുള്ള മാലിന്യങ്ങളെല്ലാം ഒഴിവാക്കുക. പിന്നെ അവിടെ വിത്തിട്ട് കഴിഞ്ഞാലും പിന്നെ ശ്രദ്ധിക്കണം. പിന്നെയും എന്ത് വരും, നമ്മൾ വൃത്തിയാക്കി വെച്ച സ്ഥലത്ത് കളകളിങ്ങനെ വരും. പലതും കടന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം നമ്മൾ എന്താക്കണം, അതിനെ നല്ലപോലെ പരിചരിക്കണം. അതാണ് വിത്തിൻ്റെ മാസം എന്ന് പറയുമ്പോൾ. അവിടെ നട്ടിട്ട് അങ്ങ് പോയി കളയാനുള്ളതല്ല അല്ലേ. അതിനെ നല്ലോണം വളവും വെള്ളവും കൊടുത്തിട്ട് നമ്മൾ അതിനെന്താക്കണം, പരിചരിക്കണം. അപ്പോൾ നിരന്തരം നമ്മൾ ഈ ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആകാൻ, നമ്മളെ മൈൻഡും നമ്മളെ ശരീരവും എല്ലാം നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക. കൽബ്, തലച്ചോറ് അല്ലേ, തല, നമ്മളെ നെഞ്ച്, നമ്മളെ ബോഡി മൊത്തത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടാവില്ലേ, നമ്മൾ ആത്മസുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവരോട് ഇടയ്ക്കിടയ്ക്ക് കുശലാന്വേഷണങ്ങൾ നടത്തുന്ന പോലെ വിത്തൊക്കെ നല്ലപോലെ പാകിയോ, വിക്രൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടോ അല്ലേ. നമ്മളെ നാവ്, നമ്മുടെ കൽബ് എല്ലാം ശുദ്ധിയാകണം, നല്ല വൃത്തിയാകണം അല്ലേ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഉണർത്തുമ്പോൾ നമ്മളോടും തന്നെ ചോദിക്കുന്നു. ചിലർക്ക് അത് വലിയ ഉപകാരം ഇരിക്കും. ഇങ്ങനെ ഒരു ചോദ്യം, ചിലപ്പോൾ ആ ഒരു ചോദ്യം മതി ചില ആൾക്കാരെ ജീവിതം തന്നെ മറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളേ, വളരെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം നല്ലൊരു ബിസിനസ് തുടങ്ങേണ്ട ഒരാൾ, നല്ലൊരു കച്ചവടം തുടങ്ങാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ തന്നെ അവർ പ്രിപ്പയർ ചെയ്യും. എവിടെ നിന്ന് സാധനങ്ങൾ എടുത്താലാണ് ഏറ്റവും നല്ല സാധനങ്ങൾ വില കുറവിന് കിട്ടുക, അത് പലരോടും അന്വേഷിക്കും. എന്നിട്ട് അത് അവിടെ പോയി പരിശോധിച്ച് നല്ലതെണ്ണം നോക്കി എന്നിട്ടേ മേടിക്കൂ. കാരണം എന്താ വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് ആൾക്കാർക്ക് നല്ലൊരു ഇതുണ്ടാവണം അല്ലെ, ഒരു മതിപ്പുണ്ടാവണം, എന്നാലല്ലേ അത് വിജയിക്കൂ. അപ്പം അതിന് വേണ്ട എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ചെയ്യുമെന്നറിയോ. കുറേ മുന്നേ 6 മാസക്കാലം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും മനുഷ്യന്മാർ. ദുനിയാവിൻ്റെ ബിസിനസ്സിൻ്റെ വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത്. അവിടെ പോയി നോക്കും, അവിടെ നല്ല സാധനം ഉണ്ടോ നോക്കും, അതത്ര പോരാ അന്നേരം വേറെ സ്ഥലത്ത് പോയി നോക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെയ്യും. അതേപോലെ തന്നെ ശരിക്കും സഹാബാക്കൾ അങ്ങനെയല്ലേ പറയുന്നത്. റമദാനിൻ്റെ അല്ലേ 6 മാസക്കാലം മുന്നേ അവർ റമദാനിന് വേണ്ട മുന്നൊരുക്കങ്ങൾ ചെയ്ത് തുടങ്ങുമെന്ന് പറയുന്നത്. റമദാൻ കഴിഞ്ഞാലുള്ള 6 മാസക്കാലം അതും പിന്നെ ഇത് അള്ളാഹ് സ്വീകരിച്ചോ എന്നുള്ള ഇതിൽ അള്ളാഹിനോട് സ്വീകരിക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ നമ്മളിപ്പോൾ ഇല്ലേ, നമ്മൾ അറബി വർഷത്തിലെ അറബി മാസത്തിൻ്റെ നേർപകുതിയിലാണ് നമ്മളുള്ളത്. നമ്മളിൽ നിന്ന് 6 മാസക്കാലം കഴിഞ്ഞുപോയി. മുഹറം തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ റജബിലെത്തുമ്പോൾ 6 മാസം പിന്നിട്ട് 6 മാസം ഈ കഴിഞ്ഞു പോയ നമ്മൾ ഈ ആയുസ് ഉണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരുടെയും വയസ്സിലെ നമ്മളെ ആയുസ് കഴിഞ്ഞു പോയല്ലോ. ഈ കഴിഞ്ഞു പോയതിൽ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ കഴിഞ്ഞു പോയത്?
ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടാത്ത, ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയാത്തതാണ്. അത്രയ്ക്ക് നമുക്ക് പോയി കഴിഞ്ഞ്. നമ്മൾ ഓരോരുത്തരും വയസ്സ് ചിന്തിച്ചാൽ നമ്മൾ കഴിഞ്ഞ കാലം, നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾ എങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തിയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിനി കിട്ടൂല, ഉറപ്പായിട്ടും കിട്ടൂല. എന്നാൽ ഇനി എത്ര നമുക്കുണ്ട്, ഇനി മുന്നോട്ട് നമുക്ക് എത്ര ദൂരം പോകാനുണ്ട്, അത് നമുക്ക് അറിയുകയും ചെയ്യില്ല അല്ലേ? നമുക്കറിയോ? നമുക്ക് ആർക്കും അറിയില്ല ഇനി എത്ര കാലം അല്ലാഹ് നമുക്ക് ഈ ദുനിയാവിൽ ആയുസ് തരും. നമ്മളതൊക്കെ എത്ര നമ്മളത് വേസ്റ്റായി പോയി. അല്ലാഹ് പുറത്തു തരട്ടെ. ആമീൻ. ഇനി നമുക്ക് പ്രസന്റിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്താക്കാം? ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ നിസ്കാരങ്ങൾ അതിനെ നല്ല ഭംഗിയാക്കുക. നിസ്കാരത്തിൽ കുറച്ചധികം സമയം കുറച്ചധികം ഓതിയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പം ഖുർആൻ നമ്മൾ ഒരുപാട് ഹിഫ്ള് പലരും ഹിഫ്ള് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ചധികം സമയം അതിനങ്ങനെ പ്രത്യേകിച്ച് സൂത്രമൊന്നും ഇല്ല. നമ്മൾ നല്ലപോലെ ദുആ ചെയ്യുക. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ലാസ്റ്റത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാനല്ല. അങ്ങനെയൊന്നും ആർക്കും വിചാരിക്കാനൊന്നും കഴിയുന്നില്ല. അതാണ് നമുക്ക് ആ പറഞ്ഞ ഈ ഖുശൂഒന്നും ചിലപ്പോൾ കിട്ടാത്തത്. പിന്നെ കുറച്ചൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം നമുക്ക് ഒരു വിധം അറിയാമെങ്കിൽ നമ്മൾ ചെയ്യുന്നതും ചൊല്ലുന്നതും എന്താണെന്നുള്ളത് നമുക്കറിയും. പിന്നെ ഇത്തിരി ശബ്ദം നമ്മൾ പറയുന്നത് നമ്മൾക്ക് തന്നെ കേൾക്കാൻ കഴിയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ പറയാൻ, അങ്ങനെ ആകുമ്പോഴും പിന്നെ അതിനും എന്തുണ്ട്, ഒരു ശ്രദ്ധ കിട്ടും. നമ്മൾ ചൊല്ലുന്നതും പറയുന്നതും നമ്മൾ കേൾക്കത്തക്ക രീതിയിലുള്ള ഒരു പതിഞ്ഞ ശബ്ദത്തിൽ പറയാൻ, അപ്പോൾ കുറച്ച് അതിൽ ശ്രദ്ധ കിട്ടും. പിന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഇഹ്സാൻ എന്ന് പറയുന്നൊരു സംഭവം പറഞ്ഞിട്ടില്ലേ, മുഹ്സിൻ, ഇഹ്സാൻ, അത് നമ്മളെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുമ്പിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ഉള്ള ആ ഒരു വിചാരം നമ്മളെ മനസ്സിൽ, ആ ഒരു ചിന്ത ഉറപ്പിക്കണം. അല്ലാഹ് നമ്മളെ പറയുന്ന അങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്നല്ലേ നമ്മളോട് പറയുന്നത്. ശരിക്കും നിസ്കാരം എന്ന് പറയുമ്പോൾ അള്ളാഹിനോടുള്ള മുനാജാത്തല്ലേ. അപ്പം നമ്മൾ ആരോടാ സംസാരിക്കുന്നത്, ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്? അപ്പം അത് അത്രയും വിനയത്തോടെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ നിന്ന്, നല്ല അടുക്കത്തിൽ നല്ല ഒതുക്കത്തിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ പറയുന്നത്. എന്നാൽ ആ ഒരു മനസ്സിൽ ആ ഒരു ചിത്രം, അതായത് ചിത്രമൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, പക്ഷെ നമ്മൾ ആ ഒരു ചിന്ത ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നിസ്കാരം നല്ലൊരു ഭംഗിയുള്ള നിസ്കാരമായിരിക്കും. അള്ളാഹിൻ്റെ മുമ്പിലല്ലേ ഞാൻ നിൽക്കുന്നത്, അള്ളാഹിൻ്റെ മുമ്പിൽ അള്ളാഹ് എന്നെ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ. നമ്മൾ ഫാത്തിഹൻ്റെ എല്ലാം അർത്ഥം നമ്മൾ എത്രയോ പറഞ്ഞു കേട്ടതല്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എൻ്റെ റബ്ബിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ അല്ലാഹു തആല റിപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് അവിടെ. അപ്പം തന്നെ ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു അല്ലേ. അങ്ങനെ ഓരോന്നും പറയുമ്പോൾ അള്ളാഹ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓർത്ത് പരമാവധി അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് തന്നെ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ബോധം നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാ സമയത്തും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ഇങ്ങനെ ഉറപ്പിക്കുക. പ്രാർത്ഥിക്കുക നല്ലോണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹ് ഖുശൂഉള്ള അല്ലേ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ അല്ലെ, അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂഉള്ള ആൾക്കാരാണെന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂഉള്ളവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഖുശൂഉള്ള നമസ്കാരക്കാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ നിസ്കാരം നന്നാക്കുക,
നിസ്കാരത്തിൻ്റെ വുളു നന്നാക്കുക, ബാങ്ക് മുതലേ ശ്രദ്ധിക്കുക. ശരിക്കും ഹദീസുകളിൽ പറയുന്നു, പിന്നെ സഹാബാക്കളൊക്കെ ബാങ്ക് കേട്ടാലില്ലേ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിലില്ലേ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് അങ്ങ് പോയി എന്ന് പറയുന്നത്. നമ്മൾ എത്ര കാലമായി ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നത്, എന്നിട്ട് നമ്മൾ ബാങ്ക് കേട്ടാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവിടെ നിർത്തിയിട്ട് നമ്മൾ പോകുന്നുണ്ടോ? അതും കൂടി ചെയ്തിട്ട് ഇതും കൂടി ചെയ്തിട്ട് ഈ ഉച്ച സമയത്ത് ലൊഹറിന്റെ സമയത്തെല്ലാം മാഷാ അല്ലാഹ് ഇപ്പൊ അൽഹംദുലില്ലാ കുറേ ആൾക്കാർ മാറിപ്പോയി. അൽഹംദുലില്ലാ നിസ്കാരത്തിന്റെ സമയത്തേക്ക് വേഗം ഓടിപ്പോയി നിസ്കരിക്കാനൊക്കെ തയ്യാറായി നിസ്കരിക്കുന്നവരുണ്ടേ. അൽഹംദുലില്ലാ അള്ളാഹു നിലനിർത്തി തരട്ടെ, എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ. എന്നാലും ചില ആൾക്കാരുണ്ട് എന്താ കുളിച്ചിട്ട് നിസ്കരിക്കാന്ന് വിചാരിക്കുമ്പോൾ കുളിക്കുന്ന മുമ്പ് ചെയ്യേണ്ട കുറേ പണി ഉണ്ടാവും. അന്നേരം അതും ചെയ്യട്ടെ. അപ്പോൾ നമ്മളില്ലേ ഈ ശൈത്താനുണ്ടല്ലോ, ഓന് നമ്മളെ ഫസ്റ്റത്തെ കൂലി ഏറ്റവും ആദ്യത്തെ അവ്വല് വക്തിൽ അസ്വലാത്തു ലി വക്തിഹ എന്ന് പറഞ്ഞ ആദ്യ സമയത്ത് നമ്മൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ ലുഹറിൻ്റെ എല്ലാം ശരിക്കും ഭയങ്കര ശ്രേഷ്ഠതയല്ലേ. ലുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് എത്രയും ശ്രേഷ്ഠത എന്നറിയോ? ആ ഒരു സമയത്തിൻ്റെ പ്രാർത്ഥന, ആ ലുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അത് അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠത ഉള്ളതാണ് അല്ലേ. അപ്പൊ തന്നെ അത് കൊണ്ടുപോകുന്നു പറഞ്ഞതാ. അങ്ങനെ ശ്രേഷ്ഠത പറഞ്ഞ് സ്വീകാര്യതയുള്ള അതിനെല്ലാം നമ്മളെ കൊണ്ട് വേണ്ടാത്ത പല കാര്യങ്ങൾ തന്നിട്ട് ഡിലേ ആക്കൂ ആര്? പിശാച്. അപ്പൊ അവന്റെ പിടിയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അപ്പൊ ഇങ്ങനത്തെ ഞാൻ പറയാം, നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. സുന്നത്ത് നമസ്കാരങ്ങളുടെ പ്രാധാന്യം, ഖുർആൻ പാരായണത്തിന്റെ ശ്രേഷ്ഠത അല്ലെ, ഒരു ഹർഫിന്റെയും ഒരു ആയത്ത്, ഒരു പേജ്, ഒരു രാത്രി ഒരാൾ ഒരു 10 ആയത്ത് ഓതിയാൽ, നിസ്കാരത്തിൽ ഒരു 3 ആയത്ത് ഓതിയാൽ, ഇങ്ങനെയുള്ള ശ്രേഷ്ഠതകൾ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ വിത്തുകൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു കൊണ്ടേയിരിക്കുക. നിരന്തരം പരിശോധിക്കണം കേട്ടോ. കുറഞ്ഞ സമയമൊന്നും പോരാ. നമ്മളെ ചിന്തകൾ എപ്പോഴും ഈ നിലക്കേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മയിലായിക്കൊണ്ട് നിലനിർത്തി കൊണ്ടുപോകാൻ. ദുനിയാവിൻ്റെ പല കാര്യങ്ങളിലും നമ്മൾ അശ്രദ്ധമാകും. ദുനിയാവ് നമ്മളെ വഞ്ചിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, പിശാചും നമ്മളെ വഞ്ചിക്കും. ഇത് പറഞ്ഞതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് അത്രയും ഗൗരവത്തിൽ ഒരു സ്ഥലത്തൊന്നല്ല പറഞ്ഞത്, ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിലൂടെ തന്നെ നമ്മൾ ഉണർത്തിയ കാര്യമാണ്. ദുനിയാവും പിശാചും ഇതിൽ നമ്മൾ വഞ്ചിതരായി പോകാതെ അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിച്ച് നമ്മളെ കയ്യിലുള്ള അല്ലാഹു തആലയുടെ പരിശുദ്ധ ഖുർആനിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും നമുക്ക് എത്തിച്ചു തന്ന നല്ല നല്ല അറിവുകളെ അല്ലെ, അറിവിൻ്റെ എന്തേനും ആ ഡയലോഗ് ഞാൻ മറന്നുപോയി. അറിവിൻ താക്കോലുകൾ കൊണ്ട് അമലിൻ്റെ കവാടങ്ങൾ തുറക്കാൻ അല്ലേ. അറിവിൻ്റെ താക്കോലുകൾ കൊണ്ട് അമലിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് നമുക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിങ്ങനെ പൊടി തട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം. കാരണം ഒരു ഉണർത്തൽ മറ്റുള്ളവർക്ക് അത് തീർച്ചയായും ഏത് കാര്യത്തിലാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത് എന്ന് ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ തൽക്കാലം നിർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും ഉപരിയായിട്ട് അമലുകൾ നന്നാക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നാളെ നമ്മളെ മീസാനിൽ കനം തൂങ്ങുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ സ്വഭാവമാണ്. അപ്പം റമളാനിലേക്ക് ഒരുങ്ങുന്ന വിശ്വാസി അമലുകൾ കൊണ്ട് കനം തൂങ്ങുന്ന ബോക്സുകൾ ഉണ്ടാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സ്വഭാവം അത് ദയ, വിട്ടുവീഴ്ച, കാരുണ്യം അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ കൊണ്ട് നിറക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം.
സൽമ എന്നുള്ള ആളൊന്ന് മ്യൂട്ട് ചെയ്താട്ടെ. അപ്പം സൽസ്വഭാവികളായി തീരാൻ, അതും ഈ നല്ല വിത്തിടുന്ന വിഷയത്തിൽ വരുന്ന കേട്ടോ. ക്ഷമയൊക്കെ റമദാൻ എന്ന് പറയുന്നത് സബറിൻ്റെ മാസമാണ് അല്ലേ. അപ്പോൾ അവിടേക്ക് വേണ്ട സബറ്, സത്യസന്ധത, പിന്നെ വിട്ടുവീഴ്ച, അങ്ങനെയുള്ള നല്ല ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കണം. നല്ല വാക്കുകൾ പറയാം, അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക. അതെല്ലാം വിത്തിൽ വരുന്ന കാര്യം തന്നെയാണ്. വെറും നിസ്കാരവും ദിക്റും ഖുർആൻ പാരായണവും സദക്ക കൊടുക്കലും. സദക്കൻ്റെ വിഷയം പറയാൻ വിട്ടുപോയി. റമളാന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റിൻ്റെ വേഗതയിലാണ് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പം അതും ഇപ്പോഴേ ഒരു തുടക്കം എന്നുള്ള നിലക്ക് എല്ലാ ദിവസവും സദക്ക ചെയ്യാൻ ഞാനൊരു സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ടായിന് അല്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ ഗൂഗിൾ പേ നമ്മൾ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ എന്തിലേക്കായാലും കുഴപ്പമില്ല അയക്കുക. അതല്ലെങ്കിൽ പിന്നെ ഒരു ബോക്സ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് സദക്ക എന്നുള്ള നിയത്തിൽ തന്നെ അതിലിട്ട് വെക്കുക. അത് നിങ്ങൾ വേറൊരു കാര്യത്തിന് എടുക്കരുത്. എന്നിട്ടത് ഒന്നിച്ച് ഒരുമിച്ചൊരു തുകയാകുമ്പോൾ അതങ്ങ് സദക്കയായിട്ട് കൊടുക്കാം. ഓക്കെ, ഡെയിലി നമുക്ക് അതിൻ്റെ കൂലി കിട്ടാൻ അല്ലേ, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന, എല്ലാ ദിവസവും മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന അമലുകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നന്മയുടെ കവാടങ്ങൾ ഒരുപാട് നമ്മൾ കേട്ട് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി. അൽഹംദുലില്ലാ. ഇനി അത് ഓരോന്നും ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പ്രാവർത്തികമാക്കാൻ, അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന നമുക്കറിയാം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ചൊല്ലുമ്പോൾ ഒരു യാന്ത്രികമായി പോകാണ്ട് അള്ളാഹിൻ്റെ ഒരു സംരക്ഷണം അല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുആ ചൊല്ലിയാൽ അത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ, അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നല്ല നിയത്തോടു കൂടി മനസാന്നിധ്യത്തോടു കൂടി ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള നല്ല തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരുപാട് നന്മകൾ കൊണ്ട് നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ സമയങ്ങൾ, നമ്മുടെ സെക്കൻഡുകൾ നമുക്ക് നിറക്കാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.